ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്രേസൽ വെർബ് ഉപയോഗിച്ചുള്ള നാലാമത്തെ ചെറിയ സ്റ്റോറിയാണ്. ഇങ്ങനെ ഈ ചെറിയ സ്റ്റോറിയിലൂടെ നമുക്ക് ഫ്രേസൽ വെർബ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നതിനെ പറ്റിയുള്ള വ്യക്തമായ ഐഡിയ ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ ഈ ചെറിയ കഥകൾ നിങ്ങൾ ആവർത്തിക്കുമ്പോൾ, വീണ്ടും ആവർത്തിച്ച് കാണുമ്പോൾ നമുക്ക് ഫ്രേസൽ വെർബ് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇറ്റ്സ് എ ഗുഡ് മെത്തേഡ്, സോ എവരി വൺ മസ്റ്റ് ഫോളോ ദിസ് മെത്തേഡ്. ദിസ് is also one of the excellent methods. So I introduced these types of things, this types activity, learning activity. Okay. അപ്പം ഇത് നാലാമത്താണ്. ഇനി ഒന്നും കൂടി ഉണ്ടാവും, ഒരു 5 എണ്ണം ആണ് ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തേൽ 14 ഫ്രേസൽ വെർബാണ് ഈ കഥയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രേസൽ വെർബ് എത്ര എണ്ണം ഉപയോഗിക്കുന്ന ആ ഫ്രേസൽ വെർബും അതിൻ്റെ അർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഒരു ചെറിയ കഥ ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇതിലൂടെ ഫ്രേസൽ വെർബ് ഒന്ന് പഠിച്ചെടുക്കാൻ പറ്റും, പല രീതിയിലും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഫ്രേസൽ വെർബ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ് us get started. എ മോറൽ സ്റ്റോറി വിത്ത് ഫ്രേസൽ വെർബ്സ്. സുഹൃത്തുക്കളെ, ഈ സ്റ്റോറിയിലേക്ക് ആവശ്യമായ ഫ്രേസൽ വെർബ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥമുണ്ട്. ഗേവ് അപ്പ് ഉപേക്ഷിച്ചു, ത്യജിച്ചു, ഹെൽഡ് ബാക്ക് പിന്മാറി, അടക്കി വെച്ചു, കോൾഡ് ഔട്ട് വിളിച്ചു പറഞ്ഞു, ഓപ്പൺഡ് അപ്പ് മനസ്സ് തുറന്നു. 5-മത്തത് ടുക്ക് ഓൺ ഏറ്റെടുത്തു, സ്വീകരിച്ചു, കെയിം അപ്പ് സംഭവിച്ചു, ഉയർന്നു വന്നു, പുട്ട് ഡൗൺ താഴ്ത്തി പറഞ്ഞു, അപമാനിച്ചു, പോയിൻറ്റഡ് ഔട്ട് ചൂണ്ടിക്കാട്ടി, വർക്ക് ത്രൂ പരിഹരിച്ചു കടന്നുപോയി, കോട്ട് അപ്പ് ഒപ്പമെത്തി, ഗ്രൂ ഇൻ ടു ആയി വളർന്നു, മാറി വളർന്നു അർത്ഥത്തിലാണ് പറയുന്നത്. ബാക്ക്ഡ് ഔട്ട് ഓർ ബാക്ക്ഡ് ഓഫ് പിൻവലിച്ചു, പിന്മാറി, സ്റ്റിക്ക് ടു ഉറച്ചു നിന്നു, പാലിച്ചു, ബിൽഡപ്പ് വർദ്ധിപ്പിച്ചു, നിർമ്മിച്ചു. രവി വാൺസ് ഗേവ് അപ്പ് ഹിസ് ഫ്രീ ടൈം ടു ടീച്ച് പുവർ ചിൽഡ്രൻ ഇൻ ഹിസ് വില്ലേജ്. രവി ഒരിക്കൽ തൻ്റെ ഒഴിവു സമയം ത്യജിച്ചു അല്ലെങ്കിൽ മാറ്റിവെച്ചു തൻ്റെ ഗ്രാമത്തിലെ ദരിദ്ര കുട്ടികളെ പഠിപ്പിക്കാൻ. അറ്റ് ഫസ്റ്റ് ദ ചിൽഡ്രൻ വേർ ഷൈ ആൻഡ് ഹെൽഡ് ബാക്ക് ഫ്രം സ്പീക്കിംഗ്. ആദ്യം കുട്ടികൾ ലജ്ജിച്ച് സംസാരിക്കുന്നതിൽ നിന്ന് പിന്മാറി. രവി ജെൻലി കോൾഡ് ഔട്ട് ദർ നെയിംസ് ആൻഡ് എൻകറേജ്ഡ് ദം ഓൺ എവറി ഡേ. രവി സ്നേഹത്തോടെ അവരുടെ പേരുകൾ വിളിച്ചു, ഓരോ ദിവസവും അവരെ ഉത്സാഹിപ്പിച്ചു അല്ലെങ്കിൽ പ്രചോദിപ്പിച്ചു. സ്ലോലി ദ ചിൽഡ്രൻ ഓപ്പൺഡ് അപ്പ് ആൻഡ് ടുക്ക് ഓൺ ന്യൂ ചലഞ്ചസ്. ക്രമേണ കുട്ടികൾ മനസ്സ് തുറന്നു, പുതിയ വെല്ലുവിളികൾ സ്വീകരിച്ചു. വെൻ മിസ്റ്റേക്സ് കെയിം അപ്പ് രവി ഡിഡ് നോട്ട് പുട്ട് ദം ഡൗൺ. പിഴവുകൾ സംഭവിച്ചപ്പോൾ രവി അവരെ താഴ്ത്തില്ല, അതായത് തരം താഴ്ത്തുക, അവൾ ചീത്ത പറയുക ഒന്നും ചെയ്തില്ല. ഇൻസ്റ്റെഡ് ഹി പോയിൻറ്റഡ് ഔട്ട് ദ എറേഴ്സ് ആൻഡ് ഹെൽപ്ഡ് ദം വർക്ക് ത്രൂ ദ പ്രോബ്ലംസ്. പകരം രവി പിഴവുകൾ ചൂണ്ടിക്കാട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിച്ചു. ഓവർ ടൈം ദ ചിൽഡ്രൻ കോട്ട് അപ്പ് വിത്ത് അതേഴ്സ് ആൻഡ് ഗ്രൂ ഇൻ ടു കോൺഫിഡൻറ്റ് ലേണേഴ്സ്. കാലക്രമേണ കുട്ടികൾ മറ്റുള്ളവരോടൊപ്പം എത്തി, ആത്മവിശ്വാസമുള്ള പഠിതാക്കളായി മാറി. രവി ഫെൽറ്റ് ഹാപ്പി ബിക്കോസ് ഹീ നെവർ ബാക്ക്ഡ് ഔട്ട് ഓഫ് ഹിസ് പ്രോമിസ്. തൻ്റെ വാഗ്ദാനം അവൻ ഒരിക്കലും പിൻവലിച്ചില്ല എന്നതിനാൽ രവിക്ക് സന്തോഷമായി. മോറൽ: വെൻ യു സ്റ്റിക്ക് ടു ഹെൽപ്പിംഗ് അതേഴ്സ് യു ഓൾസോ ബിൽഡ് അപ്പ് യുവർ ഓൺ ഹാപ്പിനെസ്. മറ്റുള്ളവരെ സഹായിക്കാൻ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം സന്തോഷം നിങ്ങൾ തന്നെ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിർമ്മിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ ഫ്രേസൽ വെർബ് അടങ്ങിയ കഥ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.